ഒരു കാലഘട്ടം മുഴുവനും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു പി വി അൻവർ. നിലമ്പൂർ MLA ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിയെ സ്വന്തം പിതൃതുല്യനായൊക്കെ കണ്ട ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷവുമായി തെറ്റി കോൺഗ്രസ് പാളയത്തിൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും 2025 ബജറ്റിൽ അദ്ദേഹത്തിന് പറയുവാനുള്ള അഭിപ്രായത്തിന് പ്രാധാന്യമേറെയുണ്ട്. ഈ കേരള ബജറ്റിനെതിരെ പല മാധ്യമങ്ങളും നൽകിയ റിപ്പോർട്ടുകൾ വിപരീതമായിട്ടായിരുന്നു. അതായത് കേരള ബജറ്റ് ജനങ്ങളെ കൃത്യമായി കേൾക്കാത്തൊരു ബജറ്റായിരുന്നു എന്ന തരത്തിലേക്കുള്ള വാദങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ എന്താണ് പി വി അൻവറിന് പറയാനുള്ളത് എന്നറിയുവാൻ നിരവധി പേർക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന നേതാവ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലൂടെ UDF പാളയത്തിലേക്ക് ചേക്കേറുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ മലയോര സമരയാത്രയുടെ വേദിയിൽ സംസാരിച്ച പി വി അൻവറിന് സ്വാഭാവികമായും ആ പഴയ ഇടതുപക്ഷ സഹയാത്രികനായ ധനമന്ത്രി KN ബാലഗോപാലൻ നടത്തിയ ബജറ്റിൽ എന്താണ്, ആ ബജറ്റിനെ പറ്റി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ധനമന്ത്രി KN ബാലഗോപാലൻ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിനെ ഒറ്റവാക്കിൽ വർധന ബജറ്റ് എന്ന് വിളിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സമസ്ത മേഖലയിലും പ്രത്യക്ഷത്തിലുള്ള വർധനവ് രേഖപ്പെടുത്തിയ ബജറ്റ് ആവർത്തന വിരസവുമാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയും മോണോറെയിലും പോലുള്ള സ്വപ്ന പദ്ധതികൾ പതിവ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം മറ്റൊന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. മറ്റൊന്ന്, സാധാരണക്കാരനെ സർക്കാരുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാ സേവനങ്ങൾക്കും 100% മുതൽ മുകളിലേക്ക് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനജീവിതത്തെ ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്ന സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റിന്റെ ഘടന ശരിയല്ല എന്ന വാദം അദ്ദേഹം ഉയർത്തുന്നു. ഭൂനികുതി എല്ലാ സ്ലാബിലും 50% വർധനവ് വരുത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും കോടതി ഫീസിന്റെയും സഹകരണ മേഖലയുടെയും കാര്യത്തിലും വർധനവോടുകൂടിയുള്ള പരിഷ്കരണമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലത്ത് കേരളത്തിൽ ബജറ്റിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂട്ടുന്ന തരത്തിലുള്ള നയം സ്വീകരിച്ചത് അപഹാസ്യമാണ് എന്ന ഒരു പരിഹാസ്യപരമായ വാദം കൂടി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ വർധനവ് എല്ലാം ഉണ്ടാകുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ പിഴിയുന്ന തരത്തിൽ നികുതിയിലും സർക്കാർ ഫീസുകളിലും പരിഷ്കരണം എന്ന് പേരിട്ട് വർധനവ് വരുത്തിയത് എന്ന് വിശദീകരിക്കാൻ ബജറ്റിന് സാധിച്ചിട്ടില്ല എന്ന വാദവും അദ്ദേഹം ഉയർത്തുന്നു. ക്ഷേമ പെൻഷൻ എല്ലാ വർഷവും വർദ്ധിപ്പിക്കും എന്ന നിലപാടിൽ നിന്നും സർക്കാർ പിറകോട്ട് പോയി. സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായകമാകുന്നതോ വ്യാപാരി വ്യവസായി മേഖലയ്ക്ക് ഉണർവേകുന്നതോ തൊഴിൽ സൃഷ്ടിക്കാൻ സഹായകമാകുന്നതോ കാർഷിക മേഖലയ്ക്ക് കരുത്തേകുന്നതോ ആയ യാതൊരു പ്രഖ്യാപനവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് നിരാശാജനകമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ലക്ഷക്കണക്കിന് യുവാക്കളെ ഒരിടത്തു പോലും ഈ ബജറ്റിൽ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു ആക്ഷേപവുമായി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തുന്നുണ്ട്. സമകാലികമായി കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്ന നിലയ്ക്ക് വന്യജീവികളും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണം തടയാനോ വനത്തെയോ വനേതര ഭൂമിയെയോ വേർതിരിക്കാനുള്ള ഫെൻസിങ്ങോ യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാത്ത ഈ ബജറ്റിനെ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളോടും കർഷകരോടുമുള്ള വെല്ലുവിളിയായി കാണാനേ സാധിക്കൂ എന്ന നിലമ്പൂർ MLA, അതായത് മലയോര മേഖലയുമായി അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MLA ആയ നിലമ്പൂർ MLA ആയിരുന്ന പി വി അൻവർ ഉന്നയിക്കുന്ന വാദത്തിന് പ്രാധാന്യമേറെയാണ്. 750 കോടി രൂപയാണ് ബജറ്റിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ പിരിച്ചെടുത്തത് 556 കോടി രൂപ. ആ പൈസ എന്തു ചെയ്തു എന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി ഉയർത്തും എന്നുള്ള പ്രഖ്യാപനം ഗൗരവത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളമാകെ കിഫ്ബി റോഡുകളിൽ ടോൾ സംവിധാനം ഏർപ്പെടുത്തി ജനങ്ങളെ നടുറോട്ടിൽ കൊള്ളയടിക്കുവാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയായി വേണം ഈ ബജറ്റ് പ്രഖ്യാപനത്തെ വായിക്കാനെന്ന് അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട്. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും സാമ്പത്തിക ആസൂത്രണത്തിലെ പിടിപ്പുകേടും കൊണ്ട് സർക്കാർ ഉണ്ടാക്കി വെച്ച ബാധ്യതകളെ പൊതുജനത്തിന്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമമാണ് ആകത്തുക 2025 കേരള ബജറ്റ് എന്ന പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നതോടുകൂടി ഇടതുപക്ഷത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പോരാട്ടവും തുറന്നു പറയുകയാണ്. അതിൽ ബജറ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കോണുകളിലെ പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതോടുകൂടി പി വി അൻവർ കൃത്യമായി ഇടതുപക്ഷത്തിനെതിരായുള്ള പോരാട്ടത്തിലേക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിനെതിരായുള്ള പോരാട്ടത്തിന് UDF പക്ഷത്തു നിന്നുകൊണ്ട് അദ്ദേഹം പൊരുതുമെന്നും തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു.